നിങ്ങളുടെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹം താമസിയാതെ നടക്കും. അവിവാഹിതനായ അമ്മാവന് സന്തോഷമായല്ലോ. സന്തോഷമായി. എൻ്റെ അനുഭവം എൻ്റെ മരുമകനും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. നിന്നെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോടി. നീ അവിടെ ഉണ്ടെങ്കിലല്ലേ ഇല്ലത്തെ പുറംപണികളൊക്കെ നടക്കൂ. ഞാൻ പങ്കിയോട് പങ്കി പറഞ്ഞു നിന്റെ ആങ്ങളെയും ഭാര്യയും കുട്ടിയും വന്നു. ഇതാണോ ആ കുട്ടി? അതെ. അങ്ങേർക്ക് എന്തുവാടി ജോലി? പോലീസിലാ, തൃപ്രയാറ്. മോളുടെ പേരെന്താ? ബിന്ദു. ഇന്നോ നാളെയോ ഇല്ലത്തേക്ക് വന്നേക്കണം. പുറംപണി കുറേ ഉണ്ട്. പോവാ. വാ മോളെ. ചേച്ചി, ഇവരൊക്കെ പഠിച്ച് പോലീസും പട്ടാളം ആയി കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് പുറംപണിയൊക്കെ ആരാ ചെയ്യുക? അവർക്കും പഠിപ്പോ ഉദ്യോഗമൊക്കെ വേണ്ടേ? ഇല്ലെങ്കിലും ചേച്ചിക്ക് പണ്ടേ ഇവരോടൊക്കെ നല്ല കൂറ. ഒന്ന് പോടാ. മക്കളെ ചായ. ചേച്ചി, വെള്ളപ്പൊക്കം വന്ന് വീടുകളെല്ലാം ഒലിച്ചു പോയല്ലോ. വീടുകൾ മാത്രല്ലേ ചേച്ചി, ചില മനുഷ്യര് ഒലിച്ചു പോയി. അവരുടെ ശവം പോലും കിട്ടിയിട്ടില്ല. മഴ കഴിയാൻ നോക്കിയിരിക്കുക തോണ്ടിയെടുക്കാൻ. കൊറേ നാളായില്ലേ മനുഷ്യൻ ഈ ഭൂമിയെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. അതിനൊരു താക്കിയത. ആദ്യം മഴയായിട്ട് പെയ്തു വന്നു, ഇനി കൊടുങ്കാറ്റായിട്ട് വരും. ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാ കൊള്ളാം. ഇതാരി തമ്പുരാനും തമ്പുരാട്ടിയോ? എങ്ങനെയുണ്ട് ചായ കച്ചവടമൊക്കെ? അങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് വരുമല്ലോ? ആ വരാ. എന്നാ ഞങ്ങൾ വരട്ടെ. ആ ഇയാളെന്താ ചേച്ചി കല്യാണം കഴിക്കാതെ നടക്കുന്നേ? അയാള് കല്യാണം കഴിക്കാന്ന് വെച്ച പെണ്ണിന് ദുർമരണം സംഭവിച്ചു. ഈ എല്ലാത്തിനും ശാപം ഉണ്ടെന്നാ കേട്ടുകേൾവി. സീത തമ്പുരാട്ടിന്റെ മകനും കല്യാണമില്ലെന്നാ കേട്ടുകേൾവി. പറയുന്നവര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയട്ടെ. നടക്കണ്ട സമയത്ത് നടക്കും. 1, 3, 4000 തേങ്ങ. അത് നീ കൃഷ്ണനോട് പറഞ്ഞാൽ മതി. ആ ശരി, പറയാം. നമസ്കാരം ചേച്ചി, എനിക്കൊരു ചായ. ഇപ്പൊ എടുക്കാം. കൃഷ്ണ, ഓ ആ കുഞ്ഞപ്പന്റെ വീട്ടിൽ പോയി തേങ്ങയുടെ പൈസ വാങ്ങണം. ഓ പിന്നെ പാടത്തേക്കുള്ള വളം ബ്ലോക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ നീ ഇങ്ങോട്ട് വരുമ്പോ അതും കൂടെ കൊണ്ടുവരൂ. ആ ശരി തിരുമേനി. എന്നും ഞാൻ ഓർക്കുന്നു ജെസ്സി എന്ന ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ. ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഞാൻ കണ്ട ദിവസം 1993 മെയ് 15. അന്ന് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ബാങ്ക് കാഷ്യറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആദ്യമായി കണ്ടപ്പോഴേ ഏതോ ഒരു മുൻജന്മ ബന്ധം പോലെ എനിക്ക് തോന്നി. വീണ്ടും ജെസ്സിയെ ഞാൻ ബാങ്കിൽ വെച്ചും മറ്റു പല സ്ഥലത്തും വെച്ച് കണ്ടു. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അത് ഇത്രയും വലിയ ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞിട്ട് അവളുടെ പപ്പയെ കണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് അനുവാദം വാങ്ങാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു.
നമസ്കാരം. ആ മിസ്റ്റർ ഭദ്രൻ. അതെ. മോൾ പറഞ്ഞിരുന്നു. വെൽക്കം മിസ്റ്റർ ഭദ്രൻ. ഹലോ. ടേക്ക് യു സീറ്റ്. ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെയാണ് താങ്കൾ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഈ ഫോർട്ട് കൊച്ചി വന്നിട്ട് 35 വർഷമായി. കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വരവ്. പിന്നെ എല്ലാം എനിക്ക് ഇവിടെയായി. ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. ജെസ്സിയുടെ അമ്മ നേരത്തെ പോയി, ഇവളുടെ 5ാമത്തെ വയസ്സിൽ. ഒരു പനിയായിരുന്നു തുടക്കം. 2 ആഴ്ച കിടന്നു. അങ്ങ് പോയി എൻ്റെ എലിസബത്ത്. എനിക്കിപ്പോൾ എൻ്റെ പൊന്നുമോളാണെല്ലാം. ഇനി എനിക്ക് എൻ്റെ മോളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. ശക്തനായ ഒരാളുടെ 2 കൈകൾ എൻ്റെ മോളെ അങ്ങ് ഏറ്റെടുത്തില്ലേ? ആ മിസ്റ്റർ ഭദ്രൻ, താങ്ക് യു. ദാ പെണ്ണിനൊന്ന് കണ്ടോളൂ. അതിനും ഭദ്രൻ സാർ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. പപ്പയെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു മുഖ്യം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. കേട്ടോടി മോളെ നിന്റെ സാർ പറയുന്നത്. ഞാൻ സന്തുഷ്ടനാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നിട്ട് ജെസ്സിയുമായി ഇല്ലത്ത് വരിക. അതിന് ഞാൻ ഒരു ഹിന്ദു പേര് കണ്ടെത്തി, അരുന്ധതി. അതെന്റെ അമ്മയുടെ പേരായിരുന്നു. ആ പേരിലൂടെ ഇല്ലത്തുള്ള എല്ലാവരെയും വശത്താക്കാനായിരുന്നു എന്റെ പരിപാടി. അന്നൊരു ദിവസം ഭദ്ര, വാട്ട് ഹാപ്പൻ? ജെസ്സി ഫ്ലവേഴ്സ് വിൽക്കാൻ തോപ്പുംപടി പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ്. ഒരു ടാങ്കർ ലോറി വന്ന് അവളുടെ സൈക്കിളിൽ ഇടിച്ചു. അവള് മാത്രമല്ല, അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞും മരിച്ചു. വിഷ്ണുവിന് വന്ന ആലോചന ഉടനെ വേണം. അവനെ ഒന്ന് വിളിച്ചോ നീ? വിളിച്ചു. വൈകിട്ട് വരുന്ന ദിവസം പറയും. നിന്റെയോ നിന്നുപോയി, ഇനിയിപ്പൊ അവനും. മറ്റാളുകൾ പലതും പറയുന്നത് എന്റെ ചെവിയിൽ എത്തുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛനും ദുർമരണമായിരുന്നല്ലോ. നീയോ ജാതിയും മതവും മറന്നു. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. ചായ. അച്ഛാ, ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ. മോളെ, എന്താ അച്ഛാ? ഇക്കൊല്ലം MSc ഫൈനൽ ഇയർ ആണ്. കൂട്ടുകാരുമായി ചേർന്ന് ഉഴപ്പരുത്. ഫസ്റ്റ് ക്ലാസ് വാങ്ങണം. ശരി അച്ഛാ. എന്റെ മോളാണ് അച്ഛന്റെ സ്വപ്നം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവള് നല്ല മിടുക്കിയായിട്ട് തന്നെ പഠിക്കും. ആ, മോള് പോയിട്ട് വാ. എന്താ അശോക? നമസ്കാരം ചേട്ടാ. പിന്നെ ഇത് കോഴിക്കോട് മേയർ പ്രേംകുമാറിൻ്റെ മകൻ പ്രവീൺ. ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനത്തെ അറേഞ്ച് ചെയ്ത് തരണം. പൈസ എത്ര വേണമെങ്കിലും തരാം. പുതിയ 2 കക്ഷികൾ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ. നിങ്ങൾ ഹോട്ടലിലേക്ക് വയ്ക്കോ. ഞാൻ ഫോട്ടോയായിട്ട് അങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് അധികം കറങ്ങിയാൽ പെണ്ണുപിള്ളയ്ക്ക് സംശയം വരും. അപ്പം എല്ലാം പറഞ്ഞ പോലെ. ഓ, വയ്ക്കോ. പ്രവീണേ, ഇതാ കൂട്ടുകൊടുപ്പുകാരൻ ശ്രീധരൻ. ആരാ ചേട്ടാ അത്? ആ, കോഴിക്കോട് മേയറുടെ മകനാ. പുള്ളിക്കാരൻ്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന. നീ പോയി വെള്ളം ചൂടാക്ക്. എനിക്ക് അങ്ങോട്ട് പോകണം. ശരി, ചൂടാക്കാം. മോളി, ശ്രീധരൻ ചേട്ടനാ.
എന്താണോ? ചേച്ചി കടിയുണ്ടോ? ഇല്ല, കടി ഉണ്ടായിപ്പോ ഒരുത്തരും വന്നില്ല. കടി തീർന്നപ്പോഴാണ് ഓരോരുത്തർ വന്നത്. വൈകുന്നേരത്തേക്ക് കടിയാവുമോ? 3 മണിയോടെ കടിയാകും, ചിലപ്പോ 4 മണി. എന്നാലേ കടിയാകുമ്പം വരാം. ഓ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. കടി ഉള്ളപ്പോ വരികയല്ല, ഇല്ലാത്തപ്പോ വരും. കടി ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്ത് തന്നെ പാരാപ്പാപ്പച്ചനെത്തി. ആ ശ്രീധര, താൻ മുറിയിലോട്ട് വാ. ഓ ആ മാത്യു, താഴെ വണ്ടിയുടെ ഡിക്കില് എന്റെ പെട്ടിയുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വാ. പിന്നെ മുറി പറഞ്ഞിട്ടുണ്ട്. ഓ ശരി. പിന്നെ ശ്രീധര, എന്നെ അയക്കൊണ്ട് വിശേഷങ്ങള്. അത് പിന്നെ നോക്കിയാട്ടെ. അയ്യേ, ഇത് അലുമിനിയം പാത്രം ചടങ്ങിയ പോലെ. ഇതേതാടാ? അല്ലോ, ഇതാരാടോ? നോക്കട്ടെ. ഇത് ഇവളാണ് പാപ്പച്ചായ, അംബിക. ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു. ഇവളുടെ ഭർത്താവ് ഗൾഫിലാണ്, വീട്ടിൽ അടയിരുന്ന് മടുത്തു. ഞാൻ നേരത്തെ മുതലേ പാപ്പച്ചായന് വേണ്ടി കണ്ടുവച്ചിരുന്നതാ. ഇവൾ എന്റെ നമ്പർ തേടി പിടിച്ചു വിളിച്ചു. എന്ന് പറഞ്ഞ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ? പലതിന്റെ റിലീസ് താൻ വഴിയല്ലേ? പക്ഷേ പാപ്പച്ചായന് വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കുഴയുന്നത്. അതെന്നാടോ? ഓ, പാപ്പച്ചായന്റെ അവസാനത്തെ ആ പണി, അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ. ഒരുമാതിരി അവളുമാര് സഹിക്കുകയല്ല. അതിനെയല്ല അവളുമാര് പരിഭവം പറയും. ചിലർ എന്നോട് കംപ്ലൈന്റ് പറയുകയും ചെയ്യും. എന്നായാലും എന്താടോ, കാശല്യോ കൊടുക്കുന്നേ? പിന്നെ ഇവള് മതി ഒരു 4 ദിവസത്തേക്ക്. ഓ, 4 ദിവസത്തേക്കോ? അതെ, വേറൊന്നും കൊണ്ടല്ലടോ. ഇത്തവണ ശരിക്കൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ച്. ഏതാ? നടക്കട്ടെ നടക്കട്ടെ. എന്റെ അമ്പി. എടി അമ്പി, ഈ പോരെ, വാ, ഇതേലൊരെണ്ണം പിടിപ്പീരേ. എനിക്ക് വേണ്ട പാപ്പച്ചായ. വാടി. എന്നിട്ട് മൊത്തം മ്ലാനതാ. ഏയ്, ഒന്നുമില്ല. വേണ്ടേ? പാപ്പച്ചായൻ എന്നെ എന്നാ വിളിച്ചേ? അമ്പീന്ന്. നിനക്ക് ഇഷ്ടായില്ലേ? എന്റെ ഭർത്താവ് എന്നെ അമ്പീന്നാ വിളിക്കുന്നേ. അതെന്നാടി പെണ്ണെ, നിന്റെ ഭർത്താവിന് മാത്രം ആ പേര് അങ്ങോട്ട് എഴുതി തന്നിരിക്കുകയായിരുന്നു. അരുത്, അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. അതും ഇതും എന്റെ സ്വകാര്യതയാ. അതൊക്കെ പോട്ടെ. നിന്റെ ഈ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എത്ര ആളായി? 3 വർഷം. ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റി ശരി നോക്കിയില്ല. ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശമിപ്പിക്കണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് പിന്നെ 4 ദിവസം നിന്നേ പറ്റൂ. എല്ലാം ഭദ്രമായിരിക്കുമെന്ന് ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങളിൽ മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു. ഇങ്ങ് വന്നേ, ഇങ്ങ് അടുത്ത് വന്നേ.
ദേ മിടിക്ക മിടിക്ക്. ഞാൻ എത്രാമത്തെയാ പാപ്പച്ചായന്റെ ലിസ്റ്റിൽ? ഇതിന്റെയൊക്കെ ലിസ്റ്റ് ആരും നോക്കുന്നത്? കള്ളൻ. ആ എടി പെണ്ണെ, നീ അപ്പൊ പോയല്ലേ? അതെ, ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായന്റെ കൂടെ വരേണ്ടി വരും. ഇനി ആരുടെയും കൂടെ പോകരുത്, പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പച്ചായ, അച്ചായ കുച്ചായ ഓടി. രാജേഷേ, ആ പാലാ പാപ്പച്ചന്റെ റൂമിലേക്ക് ഒരു ഫിഷ് കറി മീൽസ് വേഗം കൊടുത്തേരെ. ആ ചേട്ടനാ, വാ. ആഹാ, ഓരോന്നൊഴിക്കട്ടെ. തുടങ്ങിയോ? ഓ, ഇരിക്കെ. ഞാൻ ശ്രീധരേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ. പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. ചോദിച്ചോ. ഈ കൂട്ടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. ജീവിക്കണം, കൂടെയുള്ളവർ ജീവിപ്പിക്കണം. എന്റെ മോടെ പഠിപ്പ് മുടങ്ങരുത്. അങ്ങനെ ചിന്തിച്ചാൽ എവിടാ കുറ്റബോധം? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു സമയവാ, അത് അതിന്റെ സമയത്ത് നടക്കത്തുള്ളൂ അല്ലെ? കുറിപ്പ് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. എന്റെ പൊന്നു തമ്പുരാനെ, അങ്ങനെ കരുതല്ലേ. ജ്യോത്സ്യപ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമുക്കൊരു ജ്യോത്സ്യനെ കാണണ്ടേ ഭദ്ര? അവനിങ്ങി വരട്ടെ ചേച്ചി, നമുക്ക് നോക്കാം. അല്ല, വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ? അതിന് പറ്റിയ പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ചാ അവർക്ക് ഈ പട്ടിക്കാട് വല്ലതും ഇഷ്ടപ്പെടുവോ? എന്റെ തമ്പുരാനെ, ഈ ഇല്ലൊക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീടെടുത്ത് അങ്ങോട്ട് താമസിക്കും. എടോ, എനിക്കിതൊക്കെ മതിയടോ. അയ്യോ, അവന്റെ കാര്യമല്ലേ, അവൻ വരട്ടെ, നോക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി. പാവം, ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത്. ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അവൻ അറിയിക്കണതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ലേ അവൻ നോക്കിയും കണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്. എന്താ സീതര പ്രോഗ്രാം? ഒരു ചെറിയ കേസ് കേട്ടുണ്ട്. ചെറുക്കനും പെണ്ണും സ്നേഹത്തിലാ. നമ്മളെ ഇടനില നിന്ന് സ്ത്രീധനം ഉറപ്പിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇപ്പൊ സ്നേഹത്തിനൊന്നും വിലയില്ലല്ലോ. കാലത്തിന്റെ പോക്ക് അങ്ങനെയല്ലേ? അത് സത്യമാണാ പറഞ്ഞത്. ഈ ബീറോ വന്നതുകൊണ്ട് നിങ്ങൾക്കൊരടിയായല്ലേ? അങ്ങനെയും പറയാം. അറിയാവുന്ന തൊഴിലല്ലേ ചെയ്യാൻ പറ്റൂ. എടാ സീതര, എങ്ങനെയാണ് നിന്റെ പോലീസിന് ജോലി പോയത്? അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാം. ഓ, എന്റെ ഭഗവാനെ, ഈ ഇല്ലത്തിന് പുറകിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എൻ്റെ ഐശ്വര്യം. കാത്തോണേ. ഒന്നുമില്ലല്ലോ.
കാത്തോളനെ ഭഗവാനെ. മുതലാളി. എടോ കുറുപ്പേ, എന്തോ പുതുമന ഇല്ലാത്ത കാര്യസ്ഥനായതുകൊണ്ടാണ് ഇയാളെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ കൂടെ കൂട്ടിയത്. ഏതാ എടോ, എൻ്റെ ബിസിനസ്സിന് പറ്റി ഇതുപോലൊരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല. ശരിയാ മുതലാളി. കടൽ തീരത്തിന്റെ സമീപം നിൽക്കുന്ന ഇല്ലം. ഇടവരാ ഇല്ലം വിറ്റിരുന്നെങ്കിൽ ഞാൻ അതിനെ പൊളിച്ചു കോപ്പിൽ റിസോർട്ട് ഉണ്ടാക്കിയനെ. ഏതാ ഓ, അവരതൊന്നും മിക്കത്തില്ലെന്നേ. അയാളുടെ പൂത്ത പണമില്ലയോ? പിന്നെ ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെ ഈ ബിസിനസ് അങ്ങ് ചെയ്യാന്നേ. എടോ, ഇത് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കച്ചവടാ. ദേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഉറപ്പായിട്ടും. അപ്പൊ കുറിപ്പ് പോയിക്കോ. ഓ, ആയിക്കോട്ടെ. കുറുപ്പ് അറിയാം. മുതലാളിക്ക് എന്നാ ഇവനുമായിട്ട് ഇടപാട്? അയ്യേ മാത്യു, മത്തങ്ങ തലയാ. എടാ മണ്ട, നീ എന്നെ പറ്റി എന്നാ കരുതിയേ? എടാ, ഞാൻ ഈ നാട്ടിൽ വരുന്നത് പെണ്ണ് പിടിക്കാൻ വേണ്ടി മാത്രമാണെന്നാ? മണ്ട, എടാ നമ്മുടെ മൂന്നാറിലെ എസ്റ്റേറ്റിൽ ഞാനേ ആ ബ്രൗൺ ഷുഗർ ഇങ്ങോട്ട് കൊണ്ടുവരും. അതെ, ഇപ്പൊ പോയില്ലേ കൃഷ്ണക്കുറുപ്പ്, അവന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും. അവനത് പുതുമന ഇല്ലത്തിലെ നിലവറയിലോട്ട് അങ്ങോട്ട് വയ്ക്കും. അപ്പൊ എന്നാ സംഭവിക്ക? നമ്മുടെ കൊച്ചിയിലുള്ള സായിപ്പ് ഫിഷിംഗ് ബോട്ടില് നമ്മുടെ ആൾക്കാരെയും കൂട്ടി പുതുമന ഇല്ലത്തിന്റെ പുറകിലുള്ള കടപ്പുറത്തോട്ട് കൊണ്ടുവരും. ഏതാ എടാ മണ്ട, അതെന്തിനാ? അവിടെ വെച്ച് ഞാൻ ഈ മരുന്ന് അവർക്ക് കൈമാറും. എടാ, ഈ ഇല്ലവും കോപ്പും ഒക്കെ ആയതുകൊണ്ട് പോലീസിനോ കസ്റ്റംസിനോ യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. മുതലാളി ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാന. ആഹാ, അത് ശരി. അതെ, ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് നിന്നോട്ടെ. നീ കൂടുതൽ ഇങ്ങോട്ട് തള്ളി തുറക്കാതെ, കേട്ടാ? ഓ, ഉണ്ട് എൻ്റെ ഭഗവാനെ. സൈഡ് തന്നെയാണ്. ഏയ്, ബോട്ട് എന്ത് ചെയ്യും? ബോട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ആരും കാണണ്ട. കൊണ്ടേക്ക് സൂക്ഷിച്ചു പോണേ. ഓക്കെ, താങ്ക്സ് ഡാ. അമ്മേ, എങ്ങനെയുണ്ടായിരുന്നടാ യാത്ര? ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിൽ എയർപോർട്ട്, അവിടെ നിന്ന് കാറിൽ ഇങ്ങോട്ട്. സുഖം, സ്വസ്ഥം, സുസ്മിതം. ഒന്ന് പോടാ അവിടുന്ന്. അമ്മാവിന് സുഖം തന്നെയല്ലേ? നിന്റെ കല്യാണം നടത്താതെ ചേച്ചി എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല. അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ? ഇങ്ങോട്ട് വാടാ. വാ. വത്സ്യ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും. ഭഗവാനെ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ.
ഭഗവാനെ. ആ ദേ ഇന്നിപ്പോ അവന്റെ 4ാമത്തെ പെണ്ണ് കാണലാ നടന്നത്. അവൻ എന്തിയേ? ആ ഏതോ കൂട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു പോയതാ. ഇപ്രാവശ്യം അവന്റെ കല്യാണം നടത്താതെ തിരിച്ചു പോകേണ്ടി വരുമോ? ശാപം, എല്ലാം ഈ ഇല്ലത്തിന്റെ ശാപം. നാളെ രാവിലെ തന്നെ നമുക്ക് ആ ജോത്സ്യൻ കുടമാളൂർ ശർമാജിയെ പോയി കാണണം. നീ ആ കുറുപ്പിനോട് പറ കുടമാളൂർ ശർമാജി ഒന്ന് വിളിക്കാൻ. നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ജയശ്രീ തമ്പുരാട്ടി, നിലമ്പൂർ തിരുവല്ലം കോവിലകം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. മുജ്ജന്മ ബന്ധം? ആ, മുജ്ജന്മ ബന്ധം. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിന് ദോഷം വല്ലതും? ദോഷമുണ്ട്, അതിന് പ്രതിവിധിയുമുണ്ട്. വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം. ദോഷങ്ങളെല്ലാം മാറും. എങ്കിലും സൂക്ഷിക്കണം. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? അതെ, ഇത് നിലമ്പൂരില്ലവാ. തിരുമേനിയല്ല, ഇവിടുത്തെ കാര്യസ്ഥനാ. ആ, അമ്പലപ്പുഴ പുതുമന ഇല്ലെത്തുന്നോ? ആ ആ ആ, ഞായറാഴ്ച വരുമെന്നോ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി, ഓക്കെ. ഓ, തിരുമേനി, ആ, അമ്പലപ്പുഴ പുതുമന ഇല്ലെത്തൊന്ന് വിളിച്ചിരുന്നു. പുതുമന? ആ, ബോംബെയിലെ കോൾഗേറ്റിൽ വർക്കാണ് പയ്യൻ. പേര് വിഷ്ണു. അച്ഛനില്ല, അമ്മയും ഒരു അമ്മാവനുണ്ട്. നമ്മൾ മാതൃഭൂമി മാട്രിമോണിയിൽ കണ്ട പരസ്യം. അതെ, അടുത്ത ഞായറാഴ്ച അവർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. വന്നോട്ടെ. അപ്പോൾ എന്നാ കൈമൾ പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൊടുത്തോളൂ. പോവുക. മാളു, ആ പുറത്തെ ചെമ്പര് വെള്ളം ചൂടാക്ക്. ചെല്ലു, ഇരിക്കേ. ഞാൻ പറഞ്ഞതേ വാലിക്കാതി കേൾക്കണ്ടെന്ന് കരുതിയതാ. നമ്മൾ ജയശ്രീക്ക് വേണ്ടി ആലോചിച്ച അമ്പലപ്പുഴ കേസില്ലേ, അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഇത് നടക്കും. നടക്കാതിരിക്കാൻ എന്താ കാരണം? നാട്ടുകാര് വല്ലതും? ഒരു ഏബിനും ഒന്നും പറയാൻ പോണില്ല, തീർത്ത് കളയാൻ ഞാൻ. പിന്നെ അവളോട് പറഞ്ഞേക്കണം, പഴയ കഥകളൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുതെന്ന്. മനസ്സിലാവുണ്ടോ? ചേച്ചി, എന്താ മോളെ? ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന്. അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവർ വരും. കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ. മാള് പൊയ്ക്കോളൂ കേട്ടോ, ഞാൻ വന്നോളാം. ശരി, പൊയ്ക്കോ. എന്റെ കുട്ടമാഷ് പാവം. മാഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എവിടെ ആയിരിക്കും ദൈവമേ?
ചുമ്മാ ഇരിക്ക. ഭവാനി ഓ. ഞാൻ പോയിട്ട് വരാം. പലചരക്ക് സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് കുട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്. നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ അതോടെ മേടിച്ചോണ്ട് വരാം കേട്ടോ. ശരിയച്ചാ. ഓ ഇന്ന് അമ്പാട്ടെ തെങ്ങൽ ആദ്യം തുടങ്ങാം. എൻ്റെ അച്ഛൻ്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധൻ. വേലായുധൻ്റെ ഒരേ ഒരു മകനാണ് കുട്ടമ്മാശ്. കണക്കിൽ മോശമായിരുന്ന എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ദിവസം കുട്ടമ്മാശ് ഇല്ലത്തെത്തി. ജയശ്രീ കണക്കിന് തീരെ മോശമല്ലേ? ഞാൻ ജയശ്രീക്ക് കണക്കിന് കൂടുതൽ മാർക്ക് മേടിച്ചു തരും. ജയശ്രീ ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ഒരു പരിശുദ്ധമായ പ്രേമത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ദ്രനീലമെഴുതിയ മിഴികൾ മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾ തൻ മൗനരാഗത്തിലോ അലിഞ്ഞു പോയെൻ്റെ ഹൃദയം, കളഞ്ഞു പോയെൻ്റെ ഹൃദയം. ഋതുമതി മിഴി കവരും നിൻ യൗവനം, മധുമലരിതൽ വീഴ്ത്തും പൂങ്കാവനം. ഇമയിതളിൽ നീഹാരമായി ഒരു ലയ ബിന്ദു ഞാനൂറിയോ, ഹരിചന്ദനത്തിൻ്റെ കുളിർ പകരും ഇരുമയിലൊരു രോമഹർഷമായോ. അലിഞ്ഞു പോയെൻ്റെ ഹൃദയം, കളഞ്ഞു പോയെൻ്റെ ഹൃദയം. എന്താടി നമ്മുടെ കുട്ടനൊരടക്കം? പതിവില്ലാത്തൊരു മൂളിപ്പാട്ടുമൊക്കെ. കല്യാണ പ്രായമായ ചെക്കനല്ലേ. പെൺപിള്ളേരുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല, ആൺപിള്ളേരുടെ അച്ഛനമ്മമാർക്കും കെട്ടുപ്രായമുള്ള ആൺപിള്ളേരുണ്ടെങ്കിൽ അത് വേവലാതി തന്നെയാ. അത് നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ മോനെ ആര് പെണ്ണു കൊടുക്കാനാ? ട്യൂഷൻ മാഷക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലെന്നേ. പോരാത്തതിന് ചെത്തുകാരൻ വേലായുധന്റെ മോനെന്ന ഒരു പേരും അല്ലേ? കുറുമൊഴി മുല്ലത്തു താലവുമായി കുളിച്ചു തൊഴുതു വരുന്നവളെ, പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ, എൻ്റെ പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ. ആരെങ്കിലും വന്നു കണ്ടാലോ, അർത്ഥം വച്ചു ചിരിച്ചാലോ. ആരെങ്കിലും വന്നു കണ്ടാലോ, അർത്ഥം വച്ചു ചിരിച്ചാലോ. ഞാനില്ല ഞാനില്ല ഞാനില്ല. പുതുമഴ കൊള്ളേണ്ട പൊൻവെയിൽ കൊള്ളേണ്ട പച്ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ. ഞാനില്ല ഞാനില്ല ഞാനില്ല. നിന്റെ കിനാവിൻ്റെ ഇളനീരേതൊരു നീലക്കാർ വർണ്ണനു നേദിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. മറ്റൊരു ദേവനെനിക്കില്ല,
ചിലക്കുടക്കീഴിൽ നിന്നാട്ടെ. ഞാനില്ല ഞാനില്ല ഞാനില്ല. തൊടുന്നതെല്ലാം പൊന്നാകും നിൻ താമരവളയ കൈവിരലാൽ. എൻ മനോരാജ്യത്തെ ദേവാലയത്തിലെ മൺവിളക്കെന്നു കൊളുത്തും നീ, മൺവിളക്കെന്നു കൊളുത്തും നീ. വൃശ്ചിക വ്രതമൊന്നു കഴിഞ്ഞോട്ടെ, വിവാഹമോതിരമണിഞ്ഞോട്ടെ. ചെത്തുകാരൻ വേലായുധന്റെ മോന് കോലോത്ത തമ്പുരാട്ടക്കുട്ടിയോട് പ്രേമം നടക്കും നടക്കും. തിരുമേനി വരുന്നുണ്ട്. അവന്റെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുത്തേക്കണം. തിരുമേനി എന്നെ വിളിപ്പിച്ചെന്ന് കേട്ടു. എരപ്പേ, നിനക്ക് കിട്ടാണ്ടാവടാ എന്റെ മോളെ കയറി പ്രേമിച്ചത്. അവന്റെ ഒരു പൂതി. എടോ തമ്പുരാനെ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ താൻ ഏത് മറ്റേടത്തെ തമ്പുരാനൊന്നും ഞാൻ നോക്കത്തില്ല. എന്താടാ കുട്ടാ നീ പറഞ്ഞത്? താൻ പോടോ നത്തോലി. എടോ തിരുമേനി, തന്റെ മകൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവും. തനിക്ക് എതിർക്കാമെങ്കിൽ അങ്ങോട്ട് എതിർക്ക്. ചെത്തുകാരൻ വേലായന്റെ മകനെ തിരുവല്ലംകോവിലത്തുനിന്ന് സംബന്ധം. നിനക്കെന്താ ചെത്തുകാരോട് ഇത്ര പുച്ഛം? നീ പുച്ഛിക്കുന്ന വേലായുധന്റെയും പൂർവികരുടെയും വിയർപ്പിന്റെ വില കൂടിയുണ്ട്. നിങ്ങൾ ഭക്ഷിക്കുന്ന അന്നത്തിനും കുടിക്കുന്ന വെള്ളത്തിനും കൊടുക്കുന്നത് വാങ്ങി ഓച്ചാനിച്ച് നിൽക്കുന്ന വേലായുധന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞടോ തിരുമേനി. തന്റെ ഈ വേരട്ടലൊക്കെ വല്ല പിള്ളേരുടെ അടുത്ത് മതി. എടോ കൈമളെ, ഇവനുള്ള കൊട്ടേഷൻ കൊടുത്തേക്ക്. വച്ചോണ്ടിരിക്കണ്ട മോനെ. രാജപുഷ്പമേ ചെത്തുകാരൻ വേലായന്റെ മകന് തിരുവല്ലംകോവിലത്തുനിന്ന് സംബന്ധം. നിങ്ങൾ ഭക്ഷിക്കുന്ന അന്നത്തിനും കുടിക്കുന്ന വെള്ളത്തിനും സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ താൻ ഏത് മറ്റേടത്തെ തമ്പുരാനൊന്നും ഞാൻ നോക്കത്തില്ല. താൻ പോടോ നത്തൂലി. ചെത്തുകാരൻ വേലായന്റെ മകന് തിരുവല്ലംകോവിലത്തുനിന്ന് സംബന്ധം. ചെത്തുകാരൻ വേലായുധന്റെ മോനെ കോലോത്തെ തമ്പുരാട്ടിയെ തന്നെ വേണം. അത് ചോദിക്കാൻ നീ ആരടാ? പട്ടി പൈലോന്ന് നീ കേട്ടിട്ടുണ്ടോ? കല്ലുമട ബാബു എന്ന് കേട്ടിട്ടുണ്ടോ? തൊലി രാജു എന്ന് കേട്ടിട്ടുണ്ടോ? ഇവരെ കേട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഓർത്തിട്ടുണ്ട്. നല്ല ആണുങ്ങളെ എനിക്ക് എന്ന് ബഹുമാന. പക്ഷെ നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവനല്ല.
തന്തയ്ക്ക് പറഞ്ഞു പാടാ. പട്ടികളെ വെട്ടി കീറിക്കളയും ഞാൻ. ഭഗവാനെ, പോലീസ്. മോനെ എന്നാടാ കൂട്ടാ, സ്വന്തം ജാതി പെമ്പിള്ളേരില്ലാഞ്ഞിട്ടാണോ തമ്പുരാട്ടിക്കുട്ടി കയറി പ്രേമിച്ചേ? കൊക്കിലൊതുങ്ങുന്നേ കൊത്താവൂ. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേലായുധ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്രേമം, കൊലപാതകം എല്ലാം കൂടെ ഒരു ജീവപര്യന്തം പ്രതീക്ഷിക്കാലോടാ. ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റൂല എനക്ക്. സാറേ, എന്റെ മോൻ. നന്ദി കേട്ടോനെ. ഒന്നുമല്ലെങ്കിലും നീ നിന്റെ കുടുംബം അവിടുത്തെ കുടിയടപ്പാറല്ലായിരുന്നോടാ? സാറേ, വേണ്ട വേണ്ട, മതി. എന്റെ മോൻ. അയ്യോ, എന്റെ മോൻ. അയ്യോ, ഞാൻ എന്താ ഈ കാണുന്നേ? അയ്യോ, എന്റെ മോൻ. മോനെ. അയ്യോ, അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ സാറേ, കൊണ്ടുപോകല്ലേ. ഭവാനി, കരയണ്ട. ഭവാനി, ഭവാനി. ആ നശിച്ച തമ്പുരാട്ടി എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്റെ ഭഗവതിയെ. മോളെ വിഷമിക്കാതെ, അച്ഛൻ തിരക്കുന്നു. വാ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ച് നടക്കാനല്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ അറിയാ? അതൊക്കെ പഴയ കാലം. എല്ലാം പുരോഗമനമായി പോയില്ലേ, ആരനുസരിക്കാൻ. ഇവരൊക്കെ ഞാൻ ഇളയച്ചൻ സോമൻ തമ്പുരാൻ, നിലമ്പൂർ എസ്റ്റേറ്റ് ആണ്. ഞാൻ മൂത്ത അമ്മാവൻ മഹേശ്വരൻ തമ്പുരാൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. ഞാൻ ഇളയമ്മാവൻ ഡോക്ടർ രാജൻ, ലണ്ടനിലാണ്. നമ്മള് സംസാരിച്ചങ്ങ് ഇരുന്നു പോയി. ഇനി കാര്യത്തിലേക്ക് കിടക്കണ്ടേ? കുട്ടിയെ കാണണ്ടേ? യശോദേ, മോളെ വിളിച്ചോളൂ. വിഷ്ണു, നിനക്കെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ. ശരി, പറഞ്ഞ പോലെ നിങ്ങൾ അകത്ത് പോയി സംസാരിച്ചോളൂ. ചെല്ലു. വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 1990 ഓഗസ്റ്റ് 5. ജയശ്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഡിസംബർ 23 5 PM. 5 PM. എൻ്റെ ജെസ്സി മരിച്ച അതേ ദിവസം, അതേ സമയം. ഇവൾ എൻ്റെ ജെസ്സിയാണോ? ഇവളുടെ അമ്മാവനാകാനാണോ ഈ ജന്മത്തിലെ എൻ്റെ യോഗം? അതോ ഇത് പുനർജന്മമാണോ? എൻ്റെ ജെസ്സിയുടെ പുനർജന്മം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ശർമാജി പറഞ്ഞത് ശരിയായി. ഭദ്രൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അമ്മാവ, ജയശ്രീയുടെ അച്ഛനോട് വിവാഹ തീയതി കുറിച്ചു കൊള്ളാൻ പറ. അടുത്ത നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഈ വിവാഹം നടത്താമല്ലേ? എല്ലാം ഭദ്രന്റെ ഇഷ്ടം പോലെ. അപ്പോ ഗുരുവായൂർ വെച്ച് കല്യാണം.
നല്ല മുല്ലപ്പൂവിന്റെ മണം. രാത്രികാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ. എന്ത് പറ്റി വിഷ്ണുവേട്ടാ? ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റലിലെങ്ങാനും പോണോ? അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം. ചായ. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വിഷമിക്കണ്ട കേട്ടോ, ആദ്യം ആയതുകൊണ്ടാകാം. പാപ്പച്ചനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കോളേജ് ലെക്ചറായ എന്നെ ആർക്കും വീഴിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയുടെ അഡ്മിഷൻ എന്നും പറഞ്ഞു വന്ന് പാപ്പച്ചൻ എന്നെ കീഴടക്കിയില്ലേ? ഇന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞ നാളെ ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പാപ്പച്ചനെ വിവാഹം കഴിക്കും. നീയോ? കൊള്ളാം, ഭർത്താവും മക്കളുള്ള നീയുണ്ടല്ലോ, എന്നെ കെട്ടാനും നടക്കണ്ട, കേട്ടടി, ആരുടെ പുറകെ പോവുകയും വേണ്ട, കേട്ടോടി. അവളുടെ ഒരു ശൃംഗാരം. ജയശ്രീക്ക് വായനയൊക്കെ ഉണ്ടോ? ഇത്തിരി വായനയൊക്കെ ഉണ്ട്. വായിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് അമ്മാവനോട് ചോദിച്ചപ്പോൾ MDയുടെ നാലുകെട്ടും ചന്തുമേനന്റെ ഇന്ത്യയിലേക്കാ തന്നത്. അമ്മാവന് വായനയും കുറച്ച് ഗ്രന്ഥശേഖരണവും ഉണ്ട്. ആശാൻ അല്പം ശ്ലോകെഴുത്തും കൂടി ഉണ്ട്. അമ്മാവന് കവിത എഴുത്തുണ്ടോ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. വല്ലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എവിടെന്ന്? അങ്ങനെ ഡയറിയിൽ ചുമ്മാ എഴുതി കൂട്ടും, അത്ര തന്നെ. ബാക്കി കഥകളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം.
എന്താ എന്താ വിഷ്ണു ഏട്ടാ? ശരീരം തളരുന്ന പോലെ. ഞാൻ ഇനി എന്ത് ചെയ്യും? അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയം തോന്നുന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം കൈവിട്ടതുപോലെ. എടാ നീ ഇങ്ങനെ നിരാശനായാലോ? പറഞ്ഞത് നോക്കിയാ പരിഹാരമുണ്ട്. നേരോ? എടാ വയാഗ്ര പോലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആയുർവേദം കഴിച്ചാലോ? അതാവുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ. അതിന് പറ്റിയൊരു വൈദ്യനുണ്ട്, ഒന്ന് ട്രൈ ചെയ്തല്ലോ. അയാൾ എവിടെയുണ്ട്? അത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവേലി എന്നൊരു ഗ്രാമത്തിൽ. ചൂട്ടുവേലിയോ? എടാ അവിടെയാണ് പഴയ സിനിമാ നടൻ ജോസ് പ്രകാശ് ജനിച്ചു വളർന്നത്. ആ വൈദ്യന്റെ പേര് P.A. ശാന്താമണി. ഈ കാര്യത്തിലൊക്കെ പുള്ളി ബെസ്റ്റാ. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എന്നാ പോ. അരി 2 കിലോ, മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 150, ഉപ്പ് 1 പാക്കറ്റ്, ചിക്കൻ 2 കിലോ. അയ്യോ വൈദ്യരെ, ഇത് മരുന്നിന്റെ കുറിപ്പല്ലത്. അതെനിക്കറിയാന്നേ. ഇത് പിടിച്ചേ നീ. എടാ കൊച്ചേ, നാരായണന്റെ കടയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം മേടിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാടാ അത്. അതിന് കാശ് തന്നില്ലല്ലോ. ആ എടാ കൊച്ചേ, നാരായണന് മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. കഷായോ ലേഹ്യമൊക്കെ കൊടുത്ത് ഞാൻ ആ കാശ് വസൂലാക്കിക്കാം. നിനക്ക് വല്ല വിരോധമുണ്ടോ? എനിക്ക് ഒരു വിരോധവും ഇല്ല. ഓ, നാരായണന്റെ ഒരു ഗതികേട്. എന്താ നീ പറഞ്ഞേ? അതല്ല, ഈ ശത്രുക്കൾക്ക് പോലും മൂലക്കൊരു വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. നിനക്ക് വരാണ്ട് നോക്കിക്കോ. എന്ത് പറ്റി? കുട്ടി ഓറഞ്ച് തിന്നുകയായിരുന്നു. അല്ലി മണത്തപ്പോ ഒരു കുരു മൂക്കിപ്പോയി. ഓ, ഒന്നാണോ അതിൽ കൂടുതലുണ്ടോ? അതറിയത്തില്ല മോനെ. മേൽപോട്ട് വലിക്കൂ. മേപ്പോട്ട് മേപ്പോട്ട്. അങ്ങനെ തന്നെ കീഴ്പോട്ട് വലിക്കൂ. കീഴ്പോട്ട് വലിക്കൂ. അങ്ങനെ പല പ്രാവശ്യം ചെയ്യും. മേപ്പോട്ട് കീഴ്പോട്ട്. മേപ്പോട്ട് കീഴ്പോട്ട്. മേപ്പോട്ട് കീഴ്പോട്ട്. നോക്കട്ടെ. അയ്യോ, ഒരു മേപ്പോട്ട് കയറിപ്പോയി നെറുകയിലേക്ക്. ഇനി ഒന്നും പേടിക്കാനില്ല. നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സമയങ്ങളെ നമസ്കാരം. പതിരെ, എന്റെ മുഖം മുഴുവൻ കാരയാ. ഇത് മാറാൻ ഒരു മരുന്നതാ. എന്താ നിനക്ക് ഇത്ര സുന്ദരക്കുട്ടപ്പനാവാനുള്ള താല്പര്യം? എനിക്കൊരു പ്രേമുണ്ട്. കാര കാരണം അവളെ അടുക്കുന്നില്ല. ഓ, മോനൊരു കാര്യം ചെയ്യേ. ഈ കൈ കൊണ്ട് പറ്റി പിടിച്ച് ഇത് കൊണ്ടുപോയി അവളെ വിചാരിച്ച് മുഖത്ത് വരട്ടുക. നിന്റെ കാര്യം പോവും, അവിടെ നിനക്ക് സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യും. എന്താ പോരെ? കാശ് നോക്കുന്നില്ല വൈദ്യരെ. എന്നാ ശരി. കാര പോയില്ലേലും അവള് പോകുന്നുള്ള ഉറപ്പാ. ആര് പോയാലും നിനക്കെന്താടാ? അതെ, ഞാൻ വിളിച്ചു പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. വിളിക്ക് വേഗം വിളിക്ക്. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം. 12 മാസം കഴിക്കാനുള്ള മരുന്ന് ഞാൻ തരാം. ആഹാരത്തിന് ശേഷം 3 നേരം. ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിച്ചാലേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അതെ അതെ. ഇനിയുള്ള 12 മാസം നിങ്ങളുടെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. എന്ന് വെച്ചാൽ പരസ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാമെന്നല്ല, ആരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ ലഹരി ഉപയോഗം വേണ്ടാന്ന് വെക്കണം. ഇതിനെല്ലാം റെഡി ആണെങ്കിൽ നാളെ മുതൽ ഞാൻ മരുന്ന് തരാം. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ശരി. എന്തേടാ എന്തേ ഞണ്ണണ്ടേ? എടാ ഞണ്ണണ്ടേ? എടാ കൊച്ചേ, നീ അകത്ത് പോയിട്ട് ആ വിപ്ലവാശി എടുത്തോണ്ട് വാ. നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ വൈദ്യര് പറഞ്ഞ കാര്യം ചേട്ടനെ ഉൾക്കൊള്ളണം. ചേട്ടന് സങ്കടമാണെന്ന് എനിക്കറിയാം.
നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? എങ്കിൽ നാളെ തന്നെ ഞാൻ ബോംബെക്ക് പോകുന്നു. 3 മാസത്തിലൊരിക്കൽ വരാം. കരയാതെ ജയശ്രീ. നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ജയശ്രീ തമ്പുരാട്ടി, നിലമ്പൂർ തിരുവല്ലം കോവിലകം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. മുജ്ജന്മ ബന്ധം? ആ, മുജ്ജന്മ ബന്ധം. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിന് ദോഷം വല്ലതും? ദോഷമുണ്ട്, അതിന് പ്രതിവിധിയുമുണ്ട്. വിഷ്ണുവിൻ്റെയും ഭദ്രൻ്റെയും പേരിൽ ഒരു ഹോമം നടത്തണം. ദോഷങ്ങളെല്ലാം മാറും. എങ്കിലും സൂക്ഷിക്കണം. ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാ. ജെസ്സിയുടെ മമ്മ നേരത്തെ പോയി, ഇവളുടെ 5ാമത്തെ വയസ്സിൽ. വിഷ്ണുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 1990 ഓഗസ്റ്റ് 5. ജയശ്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഡിസംബർ 23 5 PM. 5 PM. എൻ്റെ ജെസ്സി മരിച്ച അതേ ദിവസം, അതേ സമയം. ഇവൾ എൻ്റെ ജെസ്സിയാണോ? മിസ്റ്റർ ഭദ്രൻ, താങ്ക് യു. ദാ പെണ്ണിനൊന്ന് കണ്ടോളൂ. ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു മോനെ. അമ്പലപ്പുഴക്കാരനാ ചെറുക്കൻ. അവൾക്ക് വേണ്ടി നീ എന്തെല്ലാം സഹിച്ചു മോനെ. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല മോനെ, ആ ജഗന്നാഥന്റെ ചെങ്കടികൾ എന്നെ കാണാൻ വന്നു മോനെ. വീടുടനെ ഒഴിഞ്ഞു പോണമെന്ന്. അല്ലെങ്കിൽ നിന്റെ അമ്മയും എന്നെ അതിലിട്ട് ചുട്ട് കരിക്കുമെന്ന് പറഞ്ഞു മോനെ. ഞങ്ങളിനി എങ്ങോട്ട് പോകും മോനെ? പറ. ഈശ്വരാ, നിന്നെ പോലീസ് കൊണ്ടുപോയ പിന്നെ അന്ന് വീണതാ മോനെ നിന്റെ അമ്മ.
ഇപ്പോ ഒരു പരസഹായമില്ലാതെ ഒരു ഇഞ്ച് നടക്കാൻ പറ്റില്ല മോനെ നിന്റെ അമ്മയ്ക്ക്. മോനെ എന്നാ ഞാൻ വരട്ടെ മോനെ. നീലമെഴുതിയ മിഴികൾ മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾ തൻ മൗനരാഗത്തിലോ അലിഞ്ഞു പോയെൻ്റെ ഹൃദയം, കളഞ്ഞു പോയെൻ്റെ ഹൃദയം. ഋതുമതി മിഴി കവറും നിൻ യൗവനം, മധുമലരിതൽ വീഴ്ത്തും പൂങ്കാവനം. ഇമയിതളിൽ നീഹാരമായി ഒരു ലയ ബിന്ദു ഞാനൂറിയോ, ഹരിചന്ദനത്തിൻ്റെ കുളിർ പകരും ഇരുമയിലൊരു രോമഹർഷമായോ. അലിഞ്ഞു പോയെൻ്റെ ഹൃദയം, കളഞ്ഞു പോയെൻ്റെ ഹൃദയം. രാധാകൃഷ്ണൻ എന്ത് വേണം? ദേവിമാര് ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം. വഴിമാറ്. കൂൾ ഡൗൺ ജയശ്രീ. ഈയുള്ളവൻ അറിയാത്ത ഒരു രഹസ്യമില്ല. തൊട്ടാ വിരിയാൻ വെമ്പുന്നൊരു പെൺപൂവാണ് നീ. വിഷ്ണു ഇതുവരെ നിനക്ക് തരാത്തതും നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. മാറി നിക്കടാ. എടി, വിഷ്ണു നിന്നെ താല് ചാർത്തി അന്നു മുതൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നതാ. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി, നമ്മളല്ലാതെ മറ്റാരും അറിയില്ല. മാറാനാ പറഞ്ഞു. ശാന്തമണിയുടെ മരുന്നൊന്നും നിന്റെ ഹസ്ബൻഡിന് ഒരു പ്രയോജനം ചെയ്യില്ല. ഞാൻ നിന്റെ ഗന്ധർവനാവാം. ഇതുപോലെ എന്റെ പല കൂട്ടുകാരെയും ഭാര്യമാരെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ടടി. അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് മാത്രം എന്താടി? നിന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമടി. അടങ്ങി നിൽക്കടി ഇവിടെ. ഇല്ലത്തേക്ക് ചെല്ലും. വീട്ടുകാരന്റെ ഭാര്യയെ കയറി പിടിക്കുന്ന നീ ഒന്നും ആണല്ലോ. എന്താ കുറിപ്പേ കയ്യിൽ? തിരുമേനി അത് പിന്നെ
രാത്രി എന്താണത്? തിരുമേനി, ഇത് ബ്രൗൺ ഷുഗർ ആണല്ലോ. എനിക്ക് അറിയത്തില്ലായിരുന്നു, അബദ്ധം പറ്റിപ്പോയത്. മനുഷ്യജീവനെ നശിപ്പിക്കുന്ന ബിസിനസ് ആയതെന്ന് അറിയാവോ നിനക്ക്? തിരുമേനി, അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അയ്യോ, ഞാൻ ഭദ്രൻ തമ്പുരാനാ. എന്റെ ഗുരുവായൂരപ്പ, ഇവൻ ഇത്ര ദുഷ്ടനായിരുന്നല്ലോ. ക്ഷമിക്കണം, വാടാ. ഞാനിനി ചെയ്യത്തില്ല തിരുമേനി. ആ ബാഗിങ് ആടോ, ഇങ്ങോട്ട് താടോ. തിരുമേനി, ഇത് ബ്രൗൺ ഷുഗർ തന്നെയാ. ഇവൻ ഈ പണി തുടങ്ങിയിട്ട് കുറെ കാലമായെന്നാ തോന്നുന്നേ. വണ്ടിയിലോട്ട് കയറോ, വന്ന് കേടാ വണ്ടിയില്. എടാ ചെറ്റ തിരുമേനി, നീ എന്തുകൊണ്ടാ വിചാരിച്ചേ നീ തരുന്ന നക്കാപ്പിച്ചെന്ന് ഞാൻ ഇവിടെ കിടക്കുന്നു? ഓരോ നാറി, നിനക്കെന്നെ അറിഞ്ഞൂടാ. എടാ, ഈ ബ്രൗൺ ഷുഗർ ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഇവിടെ താമസിച്ചത്. നിന്റെ ഈ ഇല്ലോണ്ടല്ലോ, കടപ്പുറത്തായതുകൊണ്ട് എന്റെ കച്ചവടം നല്ല ഗംഭീരമായിട്ട് നടക്കുമായിരുന്നു. നീ ഓർത്തോടാ, നീ പാമ്പിനെയാ ഓവിച്ചു വിടുന്നത്. മതിയാക്കടാ നിന്റെ പ്രസംഗം, വന്ന് വണ്ടിയിലോട്ട് കയറും. വരുവടാ ചേച്ചേ തിരുമേനി. മോളെ, അമ്മയ്ക്ക് പനി അല്പം കൂടി. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഡോക്ടർ സുരേഷ് വീട്ടിൽ കാണും. ഒന്ന് കാണിച്ചിട്ട് വരാം. മോളെ, അടുപ്പത്ത് കിടക്കുന്ന കഞ്ഞി ഒന്ന് നോക്കിക്കോണേ. നോക്കാമേ. ഇതായിരിക്കുന്നു ശ്രീധരന്റെ മോള്. ശ്രീധരൻ ഇല്ലടി ഇവിടെ. ഹോസ്പിറ്റലിൽ പോയല്ലോ. ശ്രീധരൻ ഇല്ലെങ്കിൽ എന്താ, നീ ഇവിടെ ഉണ്ടല്ലോ. സുഖമല്ലേ അടി? ഇവിടെ വാടി, അടുത്ത് പറയണ കാശാണ് ഇവിടെ കിടന്ന് വെച്ചാണ് ഒരു കാര്യം. ഒന്നിങ്ങട് എങ്ങനുണ്ട്? ചെല്ല് ചെല്ല്, സൂപ്പറാണ്. മോളെ അശ്വതി, ഈ പെണ്ണി വാതിൽ തുറന്നിട്ടേച്ച് എവിടെ പോയേക്കുവാ? മോളെ മോളെ, എന്താ മോളെ? അച്ഛൻ പോയി കഴിഞ്ഞപ്പോ അസുഖേട്ടന്റെ കൂട്ടുകാരന് വന്നു. എന്റെ മോളെ, നിങ്ങൾ കണ്ടില്ല മനുഷ്യ, നിങ്ങളുടെ കൂട്ടുകാരൻ നമ്മുടെ മോളെ. ഇനി എന്തിനാ ജീവിക്കുന്നേ?
അയ്യോ ഇതാരാ പാപ്പച്ചായ പരിചയമുണ്ടാ പറയുമ്പോൾ ഒരു പരിചയം ഉണ്ടല്ലോ. നീ ആ കുറിപ്പയിലെ ഷാജിയല്ലേ? അതിനൊക്കെ ഇവിടെ ആയിരുന്നാ പോസ്റ്റിംഗ്? അതെ എവിടെയാ? ഇരിക്കടാ, ഇരി. പാപ്പച്ചായന് കുടിക്കാൻ കാപ്പിയോ ചായയോ? ഇപ്പൊ വേണ്ടടാവേ, പിരിയും. എടാവേ, പിന്നെ ഞാൻ വന്നതേ ഈ കൃഷ്ണക്കുറുപ്പിനെ കൊണ്ടുപോവാനാ. നീയേ അവനെ അങ്ങ് വിട്ടേരെ. അയ്യോ പാപ്പച്ചായ, കൃഷ്ണക്കുറുപ്പ് പാപ്പച്ചായന്റെ ആളാണെന്ന് അറിയില്ലായിരുന്നു. അത് FIR രജിസ്റ്റർ ചെയ്ത് പോയല്ലോ. പുള്ളി ഇത് വന്നുടനെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? കോടിക്കണക്കിന് വില വരുന്ന ബ്രൗൺ ഷെയറാ കുറുപ്പിൻ്റെ പിടിച്ചത്. നീ എന്നെ പഠിപ്പിക്കണ്ട. നീ ആര് സ്കൂൾ മാസ്റ്ററാ? എന്നെ ആരും പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, ആരും. എടാ പിന്നെ ഷാജിയെ, നീയേ ആ കൃഷ്ണക്കുറുപ്പിനെ ഒന്ന് വിളിപ്പിക്കേ. എനിക്കൊരു കൂട്ടം കാര്യം പറയാനുണ്ട്. ചെല്ലേ. അതെ, അയാളെന്ന് വിളിച്ചോണ്ടോ. സാർ തന്നെ സാറ് വിളിക്കുന്നു. നീ ഒരു ദിവസം കൊണ്ടങ്ങ് ഓഞ്ഞു പോയല്ലോ. എടാ ഷാജിയെ, നീ തെല്ലട അങ്ങോട്ട് മാറി നിൽക്കേ. എനിക്ക് കുറുപ്പിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചെല്ലേ. ശരി പാപ്പച്ചായ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? സോറി സാർ. എന്നാ പറ്റിയോ കുറുപ്പേ? ആ ബാഗ് അറിയുന്ന എടുക്കാൻ നേരത്ത് ഭദ്രം കണ്ടു. അയാൾ ഉടനെ പോലീസിനെ വിളിച്ചു വരുത്തി. എന്നെ രക്ഷിക്കണം. എടാ അതിനല്ലേ ഞാൻ വന്നത്. പക്ഷേ ചത്താലും ശരി എന്റെ പേര് പറഞ്ഞേക്കരുത്. ഒരിക്കലും ഇല്ലേ. നിന്നെ ഞാൻ രക്ഷിക്കാം. നന്ദിയുണ്ട് പോരാളി, ഒരുപാട്. എടാ പട്ടികളെ, നിങ്ങൾ എൻ്റെ മകളെ. അപ്പോ ആ വിവരം അവള് തന്നോട് പറഞ്ഞു അല്ലേ? ഞങ്ങൾ വിചാരിച്ചു പറയില്ലെന്ന്. ക്ഷമിക്കടോ, അതിനുള്ള കാശ് അങ്ങ് തരാം. എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ട മാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അതിന് താൻ എത്ര പേരുടെ മാനം കളഞ്ഞിട്ടുണ്ട്? അതിൻ്റെയൊക്കെ ശിക്ഷയാന്ന് കരുതിക്കൂ. നിനക്കൊക്കെ അറിയാമോ, ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ഒരു പോലീസുകാരനായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചൊരു നിലയിലാക്കിയപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായിപ്പോയി. ഒന്നും. എൻ്റെ മേലോഫീസർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ജോലി രാജിവെച്ചു. സ്വന്തമായ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഒരു ബലഹീന നിമിഷത്തിൽ ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരനായി. കൈ നിറയെ കാശ് വന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു. ഒരു കൂട്ടിക്കൊടുപ്പുകാരനും ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, വയറ് പിഴയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ ശ്രീധരൻ സ്വന്തം മകളെയും ഭാര്യയും കൂട്ടിക്കൊടുത്തിട്ടില്ല. ശ്രീധര, ഞാനാരെന്നറിയാലോ? കോഴിക്കോട് മേയറുടെ മകനാ. നിന്റെ മകളെ നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസ് ഉണ്ടാക്കി നിന്നെ ഞാൻ അകത്താക്കും. വല്ല കാശും വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോടാ. എന്നിട്ട് മോക്ക് വല്ല പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടു. അവളൊന്ന് തുടുക്കട്ടാ. തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ. എടാ പട്ടികളെ, നീ എന്നാടാ ചെറ്റ ബ്രോക്കറെ പറഞ്ഞത്? എടാ ശ്രീധര, നിന്നെ കൊന്നു തള്ളിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കില്ല. എടാ പട്ടികളെ, നിന്നെ ഒന്നും തല്ലി തോപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നടാ ശ്രീധരൻ ചേട്ടാ. പക്ഷെ എനിക്ക് ചങ്കൂറ്റമുണ്ട്. ശ്രീധരൻ ചേട്ടാ, ഞങ്ങളെ കൊല്ലല്ലേ. പന്ന ചെറ്റകളെ, ഇപ്പൊ ചേട്ടനായോടാ. ഇത്രയും നേരം ശ്രീധരനായിരുന്നു. ദാ ഇത് കണ്ടോ? ശ്രീധരൻ ചേട്ടാ, ഞങ്ങളെ കൊല്ലല്ലേ. 9 മാസം ഞാനിതിൽ പണി പഠിച്ചവനാ. എനിക്കുന്നം തെറ്റില്ല. ശ്രീധരൻ ചേട്ടാ, ഞങ്ങൾക്ക് പറ്റിപ്പോയി. എടാ പ്രവീണേ, നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത്? പറയടാ, പറയടാ. സൂപ്പർ സൂപ്പറാ. മകള് മാത്രമല്ലടാ, ഞാനും സൂപ്പറാ. പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. ചോദിച്ചോ. ഈ കൂട്ടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല. ജീവിക്കണം, കൂടെയുള്ളവരെ ജീവിപ്പിക്കണം. എൻ്റെ മോടെ പഠിപ്പ് മുടങ്ങരുത്. അച്ഛാ, ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ. മോളെ, എന്താ അച്ഛാ? ഇക്കൊല്ലം MSc ഫൈനൽ ഇയർ ആണ്. കൂട്ടുകാരുമായി ചേർന്ന് ഉഴപ്പരുത്.
ഫസ്റ്റ് ക്ലാസ് വാങ്ങി. ശരി അച്ഛ. എൻ്റെ മോളാണ് അച്ഛൻ്റെ സ്വപ്നം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവള് നല്ല മിടുക്കിയായിട്ട് തന്നെ പഠിക്കും. ശ്രീധര, എടാ ശ്രീധര, കഥ തുറക്കടാ. ഇവൻ തുറക്കുന്നില്ലല്ലോ. നിങ്ങൾ ഗോഡൌണിൽ കണ്ട ശവശരീരങ്ങൾ രണ്ടും ഞാൻ ജീവനോടെ കൊന്ന ദുഷ്ടന്മാരുടേതാണ്. അവരെ കൊന്നിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതിനാൽ ഞാനും എൻ്റെ കുടുംബവും മരണം വരിക്കുന്നു. ഇതിൽ ആരും ഉത്തരവാദികളല്ല എന്ന് സ്വന്തം ശ്രീധരൻ. എന്റെ ഭർത്താവ് മരിച്ചുപോയെങ്കിലും അറ്റുപോകാതെ നിൽക്കുന്ന ഏക കണ്ണിയാ അദ്ദേഹത്തിന്റെ സഹോദരി നിർമ്മല. അവരുടെ മോന്റെ കല്യാണം ഗുരുവായൂരാ. എനിക്ക് പോയേ പറ്റൂ. അറ്റുപോകാത്തതല്ല, അറ്റുപോയതല്ലേ. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ അവരെന്തുവാ പറഞ്ഞേ? നമ്മൾക്കൊന്നും ഒന്നല്ലേ. നമ്മളുടെ വിഷ്ണുവിന്റെ കല്യാണത്തിന് അവരാരെങ്കിലും വന്നോ? അവൾക്കും എന്നെ പോലെ ഏക മകൻ, അവനോ ഗൾഫിലും. അവൾക്കിപ്പോ സുഖമില്ല. നമ്മുടെ ഇവിടെ ആരും പോകുന്നില്ല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകും. ഇങ്ങനെയൊക്കെയാ അകന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ വീണ്ടും അടുക്കുന്നത്. ചേച്ചിയുടെ ഇഷ്ടം. പിന്നെ ജയശ്രീനെ കൂടെ കൊണ്ടുപോകും. ഗുരുവായൂർ വരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഞാൻ ഒരു കാർ ഏർപ്പാടാക്കാം. ഞാൻ ജയശ്രീയോട് ചോദിച്ചു, അവള് വരുന്നില്ലത്രേ. വിഷ്ണു പോയതിന് ദുഃഖം കൊണ്ടായിരിക്കും. ഞാൻ നിർബന്ധിച്ചുമില്ല. നീ എഴുന്നേറ്റ് വാ, കഞ്ഞി 6 മുമ്പ് കഴിക്കാൻ നോക്ക്. അമ്മയെ കണ്ടില്ലല്ലോ ഇതുവരെ. ചേച്ചി നാളെ രാവിലെ വരും. ആ അമ്മാവാ, അത്താഴം കാലായി, വന്ന് കഴിക്കട്ടോ. ശരി. അയൽ ഉണങ്ങി തുണി കിടക്കുക, ഞാൻ പോയി എടുക്കട്ടെ. ഭദ്രേട്ടാ, പുറത്ത് നല്ല മഴ. എനിക്ക് മഴ എന്ത് ഇഷ്ടമെന്നറിയോ? മഴയത്ത് ഇങ്ങനെ ഓടി ഓടി നടക്കണം. Hey, nothing, Bhadrata. Come on. Rain is my life. Without rain, I am nothing. Bhadrata, come on. I love rain. Hey. Oh, wow. Wow. Yahoo. എല്ലാം നനഞ്ഞല്ലോ. വേഗം എടുക്ക്, വേഗം എടുക്ക്. വിടൂ.
വിടാൻ. നീ ജയശ്രീ അല്ല, എന്റെ ജെസ്സിയ. എന്താ അമ്മായി കാണിക്കുന്നേ? എന്റെ ജെസ്സിയ. ഞാൻ ജെസ്സി അല്ല. ജെസ്സി, എന്റെ ജെസ്സി. വിട. ജെസ്സി, വേണ്ട അമ്മാവ, വേണ്ട. എന്റെ ജെസ്സിയാണ്. മരിച്ചുപോയി എന്റെ ജെസ്സി തിരിച്ചു വന്നതാണ്. ഐ ലവ് യു ജെസ്സി. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു ജെസ്സി. വേണ്ടിയിരുന്നില്ല. ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്ന്? ജയശ്രീ, ഭദ്രേട്ടൻ എന്നെ ജെസ്സിന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നീ എന്താ വിളിച്ചേ? ഭദ്രേട്ടെന്നോ? ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവാന്നേ വിളിക്കൂ. എൻ്റെ കള്ള ഗന്ധർവൻ. സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ആ നിങ്ങളാണ്. ഭദ്ര, ഭദ്ര, ഇവനിത് എവിടെ പോയി? നീ ഇപ്പൊ അമ്പലത്തിൽ പോയോ? ജയശ്രീ, മോളെ ജയശ്രീ, ഇവരിത് എവിടെ പോയി? ജയശ്രീ. ഭദ്രേട്ട, ഭദ്രേട്ടനില്ലാണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജെസ്സിയാണ്.
ഭദ്രേട്ടൻ്റെ മാത്രം ജെസ്സി. ഭദ്രേട്ടാ, ഐ ലവ് യു ജെസ്സി, ഐ ലവ് യു. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഐ ലവ് യു ഭദ്രേട്ടാ, ഐ ലവ് യു. എന്റെ ഭഗവതി, ചതിച്ചല്ലോ. നിന്നെ സ്നേഹിച്ചതുപോലെ ഒരുപക്ഷെ ഞാൻ എന്റെ മകനെ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. നീ ചതിച്ചതേ എന്നെയാ, നിന്നിലുള്ള എന്റെ വിശ്വാസത്തെ. നീ അമ്മാവനല്ലായിരുന്നോടാ. ഈ അസത്തിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം. ഇനി എന്റെ മോന് ഇവളെ വേണ്ട. എങ്കിൽ എനിക്ക് ഇവളെ വേണം ചേച്ചി. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവളെ എന്റെ ജെസ്സിയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ജെസ്സി വിഷ്ണുവിലൂടെ ഭഗവാൻ എനിക്ക് തിരിച്ചു തന്നതാണ്. ഭദ്ര, നിനക്കെന്തോ ഭ്രാന്തുണ്ടോ? അതെ ചേച്ചി, ഇവളുടെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്ത. ചേച്ചി കയറ്, ഇല്ലത്തേക്ക് കയറ്. ഇവളെ പറഞ്ഞു വിടാതെ ഞാൻ ഇനി ഈ ഇല്ലത്ത് കാലുകുത്തില്ല. ചേച്ചി ഇല്ലത്തേക്ക് കയറ്. ഞങ്ങൾ എവിടെങ്കിലും പൊക്കോളാം. വേണ്ട, ഞാനാ പോകേണ്ടവിടെ. ഞാനും എന്റെ മോനുമാ ഇവിടെ അധികം പറ്റും. വിഷ്ണുവിനെ വിളിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ നിർമ്മലയുടെ വീട്ടിലേക്ക് പോവാ. അവിടെ നിന്ന് നാളെ തന്നെ ഞാൻ മുംബൈക്ക് പോകും. ചേച്ചി, എവിടെ പോവാനാ? എൻ്റെ ചേച്ചിക്ക് എന്നെ വിട്ട് പോകാനാവില്ല. എൻ്റെ ചേച്ചി തിരിച്ചു വരും. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം ഞാൻ തിരിച്ചു പൊയ്ക്കോട്ടെ നിലമ്പൂർക്ക്. അല്ലെങ്കിൽ ഞാനൊരു ദുർഭാഗ്യവതിയാ. ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നീ പൊക്കോ, എന്നെ കൊന്നിട്ട് എന്റെ ശവത്തിൽ ചവിട്ടിട്ട് പൊക്കോ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാവില്ല ജെസ്സി. ഐ ലവ് യു ജെസ്സി. പാപ്പിച്ചായ, അടുത്ത മാസം 18-ാം തീയതി എന്റെ കല്യാണ. പാപ്പിച്ചായം വരൂ. ചെറുക്കൻ എവിടെ നാടി? ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും. ഡേ, പാപ്പിച്ചായൻ ഫോൺ നമ്പർ ഒന്നും മാറ്റരുത്. ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പച്ചായ കുപ്പിച്ചായ അവളുടെ കല്യാണവും കളവാണും. പോയിക്കോടെ എന്റെ മുന്നിൽ നിന്ന്.
എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏയ് ഇതരുതാത്ത ആഹാരം കഴിച്ചൊന്നുമല്ല. ഭദ്രേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. ആ, തിരുമേനി ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് ഒപ്പിട്ടോളൂ. ശരിയെന്ന്. പ്രിയപ്പെട്ട അമ്മാവന് വധുവരന്മാർക്ക് എൻ്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എൻ്റെ അടുത്തുണ്ട്. അമ്മാവിൻ്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവൻ്റെ സന്തോഷമാണ് എൻ്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞത്? എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ? ആ, നമ്മൾ നാളെ 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്നാണ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 11:30 നമ്മളുടെ കല്യാണം നടക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ഗുരുവായൂർക്ക് പോകും. പിന്നെ അവിടെ നിന്ന് കൊടൈക്കനാൽ. അങ്ങനെ നമ്മളുടെ മധുവിധു തുടങ്ങും. അതെ ഏട്ടാ, മുല്ലപ്പൂ വാങ്ങിച്ചോ? അയ്യോ, അത് ഞാൻ കടയിൽ വെച്ച് മറന്നുപോയി. ആ കട അടയ്ക്കണതിന് മുമ്പ് ഞാൻ പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാം. അയ്യോ, ഇനി രാത്രി പോകേണ്ട ആവശ്യമില്ല. നീ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ആരുടെ നീക്ക് വഴിമാറടാ. ഭദ്ര, നീ അവരോട് കളിക്കാൻ നിൽക്കണ്ടേ, നമ്മുടെ പിള്ളേരാ. കുറിപ്പ് പ്രതികാരം തീർക്കാനുള്ള സമയമല്ല അത്. എടാ, നീ വിഷ്ണുവിന്റെ ഭാര്യയെ വെപ്പാട്ടിയായിട്ട് വെക്കുന്നവരെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ നീ അവളെ കെട്ടാൻ പോകുന്നവരെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നല്ല കാര്യമാ. എടാ, ഞാൻ പരോളിൽ ഇറങ്ങിയതേ നമ്മൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഇറങ്ങി വാടാ ചേറ്റേ. തല്ലി കൊല്ലണം.
മേലാൽ എന്റെ കൺമുമ്പിൽ വന്നാൽ വെട്ടിക്കേറിക്കളയും ഞാൻ. പാപ്പച്ചേ. എടോ, താൻ എന്തിനാ ഇതിനിടയ്ക്ക് ഒരു കൊലപാതകം കൊണ്ട് ഉണ്ടാക്കാൻ പോയത്? എങ്ങനെയെങ്കിലും ഒന്നിൽ നിന്നൊന്ന് കഴിച്ചിലാക്കാൻ നോക്കുമ്പോഴാണോ വേറെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? ഓ അത് ശരി, പാപ്പച്ചായനെ കുറ്റപ്പെടുത്തുകയല്ലേ? അവൻ ഒറ്റ കൊടുത്തോണ്ടല്ലേ പാപ്പച്ചായനെ പോലീസ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലണമെന്ന് പാപ്പച്ചായൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ ശരി ശരി, അതൊക്കെ പോട്ടെ. ഇനി എന്താ തന്റെ പ്ലാൻ? നാളെ പരോള് തീരുക, ഞാനവിടെ ഹാജരാവേണ്ടതാ. ഞാൻ പോകത്തില്ല. ആരും കാണാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് പാപ്പച്ചായൻ തന്നെ എന്നെ ഒന്ന് മാറ്റണം. അതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത്. അതെ, ആരും കണ്ടുപിടിക്കാത്തൊരു സുരക്ഷിതമായ സ്ഥലത്തോട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. പാപ്പച്ചായ, എടാവേ, നിന്നെ വെച്ചോണ്ടിരുന്ന എനിക്ക് കൂടെ അപകടമാ. അത് മാത്രമല്ല, ഒരു പ്രയോജനമില്ലാതെ നിന്നെ തീറ്റി പോറ്റാന് ഒരുപാട് പണച്ചെലവാ. അതുകൊണ്ട് സോറി.
അതാ പാപ്പച്ചനോടാ. കാണുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ തോന്നുന്ന ഒരാൾ അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, കുലീനതയുള്ള വേഷം, തേജസ് തുളുമ്പുന്ന മുഖം, നേർത്ത പുഞ്ചിരി. അമ്മയെ ഒരു വിഷക്കാരൻ. ഇതാ കൊട്ടമാഷല്ലേ? ജയശ്രീയുടെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പൊയ്ക്കൊള്ളാം. മാഷേ, മാഷേ, ഇത് ജീവിതമാണ് മാഷേ. അനുഭവങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ നടക്കുന്നത്. ഒരിക്കൽ എന്നെ സ്നേഹിച്ചതുകൊണ്ട് താളം തെറ്റിയതാ മാഷിന്റെ ജീവിതം. ആ ജീവിതം ഞാൻ മാഷിന് തിരിച്ചു തരട്ടെ. എനിക്കും ജനിച്ചിട്ട് അച്ഛനെ കാണാത്ത മോനും ഒരു ജീവിതം തരാമോ?
ജയശ്രീയുടെ മകൻ. മോന് ഇതാരാന്ന് മനസ്സിലായോ? അച്ഛൻ. നിന്റെ കിനാവിന്റെ ഇളനീരേതൊരു നീലക്കാർ വർണ്ണനു നേദിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. നിൻ പ്രേമ പൂജ പുഷ്പങ്ങളാരുടെ അമ്പല നടയിൽ പൂജിച്ചു. മറ്റൊരു ദേവനെനിക്കില്ല, മറ്റൊരു ശ്രീകോവിലില്ല. പുതുമഴ കൊള്ളേണ്ട, പൊൻവയിൽ കൊള്ളേണ്ട, പച്ചിലക്കൂട കീഴിൽ നിന്നാട്ടേ. ഞാനില്ല, ഞാനില്ല, ഞാനില്ല. വൃഷ്ടി